തങ്ങളിൽ മുഖത്തു തുപ്പും, നമ്മൾ ഒന്നൊന്ന് ചൊല്ലും ചിരിക്കും. ആഹാ, UDFന്റെ അവസ്ഥ ഇതിലും നന്നായി ചുരുക്കി പറയാൻ മധുസൂദനൻ നായരുടെ ഈ വരികളല്ലാതെ വേറെ ഒന്നുമില്ല. UDFിലേക്ക് കണ്ണും നട്ടിരുന്നൊരു അൻവർ. അൻവറിനെ അന്വയിപ്പിക്കാൻ രാഖി രാമാനം വീട്ടിലേക്ക് പാഞ്ഞെത്തിയ മാങ്കൂട്ടം. അതിലേക്ക് ഇതാ അടുത്ത എൻട്രി. ചെസ് നമ്പർ 3, ആര്യാടൻ ഷൗക്കത്ത്. സംഭവം എന്താന്ന് വെച്ചാ, പ്രത്യക്ഷത്തിൽ ലീഗും UDFും ഒക്കെ ഒരു കുടക്കീഴിലാണെന്ന് പറയുമ്പോഴും അന്തർധാര പല വഴിക്കാം. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് പോയി. ആര്യാടൻ മുഹമ്മദ് അറഞ്ചം പുറഞ്ചം എടുത്തിട്ടലക്കിയ മുസ്ലിം ലീഗിനെ മകൻ ഷൗക്കത്ത് സൽക്കരിച്ചാനയിക്കാൻ എന്തായാലും പോകുന്നില്ല. അത് തന്നെയാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞത് ഞാൻ മറുപടിയും പറഞ്ഞു. ഇന്നെ പഠിപ്പിക്കാൻ മജീദായിട്ടില്ല. ഇന്നെ പഠിപ്പിക്കാൻ അവന്റെ പാർട്ടിന്റെ പ്രസിഡന്റായ ഹൈദരലി ശിവാവ് പോലും ആയിട്ടില്ല. നമ്മളിനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഷൗക്കത്ത് ആദ്യം അങ്ങോട്ട് കയറി മാന്തി. UDFന്റെ നിലപാട് മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ മതിയെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. അപ്പൊ തണ്ടടാ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി. ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം വിട്ടുനിന്നു. ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുക്കാതിരിക്കുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ല താനും. ഞാൻ പോവില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയതിനാലാണ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ന്യായീകരണം. മുനവർ അലി തങ്ങൾ ഗൾഫിലും പോയി. പക്ഷേ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൺവെൻഷനിൽ പങ്കെടുത്തില്ല. അപ്പോഴും പ്രശ്നം തീരുന്നില്ല കേട്ടോ. ജില്ലയിലെ മറ്റു പരിപാടികൾ അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. കൺവെൻഷനിലോട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പോ എന്തോ ഒരു പ്രശ്നമില്ലയോ? അബ്ബാസ് അലി തങ്ങളെ ഈ കൺവെൻഷനിൽ വിളിച്ചതും വൈകിയാണെന്നാ കേട്ടെ. ലീഗിന് അതൃപ്തി ഉണ്ടെന്ന് ഇതിലും വലിയൊരു തെളിവ് വേണോ? നിലമ്പൂരിലെ UDF കൺവെൻഷന് മുന്നിൽ മുസ്ലിം ലീഗ് ക്ലോസ് ദ ഡോർ. ഷൗക്കത്തിനോടുള്ള ശിക്കായത്ത് പരസ്യപ്പെടുത്താതിരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പല വിശദീകരണങ്ങളാണ് ഇപ്പൊ വിളമ്പുന്നത്. പക്ഷേ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ ഇവരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. ഇതിനി എന്തോ ന്യായീകരണ പറയാനുള്ളത്? ആത്മീയതയുടെ പേരിൽ രോഗശുശ്രൂഷ നടത്തുന്ന തങ്ങൾമാരെ പിടികൂടാൻ പോലീസ് ആത്മാർത്ഥത കാണിക്കണമെന്ന് പറഞ്ഞ ഷൗക്കത്തിനെ പാണക്കാട് കുടുംബം അംഗീകരിക്കുകയോ എന്തോ. ഇതിന്റെ ഇടയെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിപിടി ഇല്ലെന്ന് കാണിക്കാൻ ഷൗക്കത്ത് വക കെട്ടിപ്പിടിച്ചൊരുമ്മ. ഇതേ ആളാണ് പണ്ട് VV പ്രകാശിന്റെ കൈ തട്ടി മാറ്റിയതെന്നും ഒന്ന് ഓർക്കണം കേട്ടോ. ജനാധിപത്യപരമായി ഈ പോരാട്ടത്തെ നേരിടാൻ നിർഭയനായി നിലമ്പൂരിനെ നയിക്കാൻ M സ്വരാജ് എന്ന പ്രഗത്ഭനായ നേതാവ് ശക്തമായ അടിത്തറ ഉണ്ടാക്കുമ്പോൾ UDFിലെ നേതാക്കന്മാരെല്ലാം പാർട്ടിക്കുള്ളിലെ കൈവിട്ട കളികൾ കൊണ്ട് കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോ പാണക്കാട് കുടുംബം കൂടി കൈവിട്ടതോടെ അടിമുടി കൈവിട്ടു പോയിരിക്കുകയാണ്. ഉൾപാർട്ടി പോരും പടലപ്പിണക്കവും സതീശനിസവും നിലം തൊടാതെ നിൽക്കുന്ന അൻവർക്കയും എല്ലാം UDFന്റെ ആണി അടിച്ചു കഴിഞ്ഞു. നിലവിൽ നിലമ്പൂർ UDF കൺവെൻഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൃത്യമായൊരു ചിത്രം തന്നെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇല്ലല്ല, അവസാനിച്ചു. എനിക്കിനി ഒന്നും പറയാനല്ല, പറയാനൊക്കെ പറഞ്ഞു.